വെൽക്കം ടു ഡ്രീം ഷോർ. ഇന്നത്തെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാ ഉദ്യോഗാർത്ഥികൾക്കും സ്വാഗതം. ഇന്നത്തെ വീഡിയോയിൽ നമ്മൾ HSST കോമേഴ്സിൻ്റെ ക്ലാസ്സാണ് ചെയ്യുന്നത്. HSST കോമേഴ്സിൽ ഒബ്ജക്റ്റീവ് ക്വസ്റ്റ്യൻസ് ആണ് ഇപ്പോൾ നമ്മൾ പഠിച്ചുകൊണ്ടിരിക്കുന്നത്. ലാസ്റ്റ് ക്ലാസ്സിൽ നമ്മൾ റിനൈസൻസ് ആയിരുന്നു പഠിച്ചിരുന്നത്. ഇന്ന് നമ്മൾ ഒബ്ജക്റ്റീവ് ക്വസ്റ്റ്യനായി വന്നിരിക്കുന്നത് ഇൻകം ടാക്സിൻ്റെ ഭാഗത്ത് നിന്നാണ്. അപ്പോൾ ഇൻകം ടാക്സിൽ വരുന്ന കുറച്ച് ക്വസ്റ്റ്യൻസ് നമുക്കിന്നിപ്പോൾ ഡിസ്കസ് ചെയ്യാം. അപ്പോൾ നിങ്ങൾ ആദ്യമായിട്ട് ചാനൽ കാണുന്ന ആളാണെങ്കിൽ നിങ്ങൾ HSST കോമേഴ്സ് എക്സാമിന് പ്രിപ്പയർ ചെയ്യുന്നുണ്ടെങ്കിൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത്. അതുപോലെ തന്നെ ഈ ക്ലാസ്സുകളും ക്വസ്റ്റ്യൻസും എല്ലാം നിങ്ങൾക്ക് പ്രയോജനപ്പെടുന്നതായിട്ട് തോന്നുന്നുണ്ടെങ്കിൽ ചാനൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും മറക്കരുത്. അപ്പോൾ ഇന്നത്തെ നമ്മുടെ ക്വസ്റ്റ്യൻസിലേക്ക് പോവാം. ഫസ്റ്റ് ക്വസ്റ്റ്യൻ, വിച്ച് ആക്ട് കറൻ്റ്ലി ഗവേൺസ് ദ ഇൻകം ടാക്സ് സിസ്റ്റം ഇൻ ഇന്ത്യ? വിച്ച് ആക്ട് കറൻ്റ്ലി ഗവേൺസ് ദ ഇൻകം ടാക്സ് സിസ്റ്റം ഇൻ ഇന്ത്യ? ഇൻകം ടാക്സ് ആക്ട് 1961 ആണ് ഇൻകം ടാക്സ് ഗവേൺ ചെയ്യുന്ന ആക്ട്. സെക്കൻഡ് ക്വസ്റ്റ്യൻ, ഹു ഇൻട്രൊഡ്യൂസ്ഡ് IT ഇൻ ഇന്ത്യ ഫോർ ദ ഫസ്റ്റ് ടൈം ആൻഡ് ഇൻ വിച്ച് ഇയർ? സർ ജെയിംസ് വിൽസൺ, 1860. അപ്പോൾ ഇൻകം ടാക്സ് ആക്ട് വന്ന ആ ഒരു ഇയർ നിങ്ങൾ മറന്നു പോകരുത്. അതുപോലെ തന്നെ ആരാണ് ഇൻട്രൊഡ്യൂസ് ചെയ്തത്? സർ ജെയിംസ് വിൽസൺ, ഇമ്പോർട്ടൻ്റ് ആണ്. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, വിച്ച് ഈസ് നോട്ട് ദ കറൻറ്റ് IT ലോ ഇൻ ഇന്ത്യ? ഓപ്ഷൻസ് കൊടുത്തിരിക്കുന്നത് CBDT സർക്കുലേഴ്സ്, ഫിനാൻസ് ആക്ട്, ജുഡീഷ്യൽ പ്രൊനൗൺസ്മെൻറ്റ്, GST ആക്ട്. വിച്ച് ഈസ് നോട്ട് ദ കറൻറ്റ് IT ലോ ഇൻ ഇന്ത്യ? GST ആക്ട്. വിച്ച് ഈസ് ഡയറക്റ്റ് ടാക്സ്? ഗുഡ്സ് ആൻഡ് സർവീസ് ടാക്സ്, കസ്റ്റം ഡ്യൂട്ടി, ഇൻകം ടാക്സ്. ഏതാണ് ഇൻകം ടാക്സ്? ഇൻകം ഓഫ് വിച്ച് ഇയർ ഈസ് ടാക്സബിൾ ഇൻ ദ അസസ്മെൻറ്റ് ഇയർ 2025-2026? Income of which year is taxable in assessment year 2025-26? അപ്പോൾ നമുക്കറിയാം പ്രീവിയസ് ഇയറിലെ ഇൻകമാണ് നമ്മൾ ഇൻകം ഏൺ ചെയ്യുന്ന ഇയറിനെയാണ് നമ്മൾ പ്രീവിയസ് ഇയർ എന്ന് പറയുന്നത് അല്ലേ. അപ്പോൾ അസസ്മെൻറ്റ് ഇയറിൽ അത് ടാക്സ് ചെയ്യുന്നു 2025-2026. അപ്പോൾ ഇൻകം ഓഫ് വിച്ച് ഇയർ ഈസ് ടാക്സബിൾ ഇൻ ദ അസസ്മെൻറ്റ് ഇയർ 25-26 എന്ന് പറയുമ്പോൾ പ്രീവിയസ് ഇയർ 2024-25 ആണ് ആൻസർ. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, വിച്ച് ഈസ് നോട്ട് ട്രീറ്റഡ് ആസ് അഗ്രികൾച്ചറൽ ഇൻകം എന്നതാണ് ക്വസ്റ്റ്യൻ. ഓപ്ഷൻ, റെൻറ്റ് ഫ്രം അഗ്രികൾച്ചറൽ ലാൻഡ്, ഡയറി ഫാം ഇൻകം, സെയിൽ പ്രൊഡ്യൂസ് ഗ്രോൺ ഓൺ ലാൻഡ്, ഇൻകം ഫ്രം ഡയറി ഫാമിംഗ്. ഇത്രയാണ് ഓപ്ഷൻ കൊടുത്തിരിക്കുന്നത്. അപ്പോൾ ഇവിടെ കൊടുത്തിരിക്കുന്നതിൽ ആൻസർ വരുന്നത് ഇൻകം ഫ്രം ഡയറി ഫാമിംഗ് ആണ്. അപ്പോൾ നമുക്ക് അഗ്രികൾച്ചർ ഇൻകം ഫോളോയിങ് ഈസ് നോട്ട് അഗ്രികൾച്ചർ ഇൻകം എക്സംപ്റ്റഡ് ആയിട്ട് നമുക്ക് അഗ്രികൾച്ചർ ഇൻകത്തിൽ നിന്ന് കംപ്ലീറ്റ് ആയിട്ട് എക്സംപ്റ്റ് ആയിട്ട് വരുന്ന കുറച്ച് ഇൻകംസിനെ നമുക്ക് പരിചയപ്പെടാം. എന്തൊക്കെയാണെന്ന് നോക്കാം. ഫസ്റ്റ് വൺ, ഇൻകം ഫ്രം പോൾട്രി ഫാമിംഗ്. അത് അഗ്രികൾച്ചർ ഇൻകമായിട്ട് നമ്മൾ എടുക്കില്ല. നെക്സ്റ്റ്, ഇൻകം ഫ്രം ബീ ഹൈവിംഗ്, ഇൻകം ഫ്രം സെയിൽ ഓഫ് സ്പോണ്ടേനിയസ്ലി ഗ്രോൺ trees, income from dairy farming, dividend paid by company out of its agricultural income, income of salt produced by flooding the land with seawater, royalty income from mines, income from butter and cheese making, receipt from TV serial shooting in farmhouse is not agricultural income. അപ്പോൾ ഇതൊന്നും അഗ്രികൾച്ചർ ഇൻകം ആയിട്ട് നമ്മൾ കൺസിഡർ ചെയ്യാത്തതാണ്. അപ്പോൾ നമ്മുടെ ക്വസ്റ്റ്യനിൽ ആൻസറായിട്ട് വരുന്നത് ഏതാണ്? ഇൻകം ഫ്രം ഡയറി ഫാമിംഗ് ആണ്. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, കാഷ്വൽ ഇൻകം ഇൻക്ലൂഡ്സ് വിച്ച് ഓഫ് ദ ഫോളോയിങ്? ഓപ്ഷൻ എ സാലറി, ഓപ്ഷൻ ബി ലോട്ടറി വിന്നിങ്സ്, ഓപ്ഷൻ സി ക്യാപിറ്റൽ ഗെയിൻ, ഓപ്ഷൻ ഡി പ്രൊഫഷണൽ ഫീ. അപ്പോൾ ഇവിടെ കാഷ്വൽ ഇൻകം ആയിട്ട് വരുന്നത് ലോട്ടറി വിന്നിങ്സ് ആണ്. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, അറ്റ് വാട്ട് റേറ്റ് കാഷ്വൽ ഇൻകം ടാക്സ്ഡ്? 10%, 5%, 20%, 30%. 30% ആണ് ആൻസർ. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, അണ്ടർ IT law, who is deemed assessee? Legal heir of a deceased person. Under which section assessment year defined? ഏത് സെക്ഷനാണ്? സെക്ഷൻ 29 What is the standard deduction under new tax regime for salaried employee 2025-26? ₹75,000. ഓൾഡ് regime ആണെങ്കിൽ 50,000 ആയിരുന്നു, ഇപ്പോൾ 75,000. What is the current long-term capital gain tax rate under section 112 and 112A?
of 23rd July 2024, 12.5%. അപ്പോൾ ഇത്ര ക്വസ്റ്റ്യൻസ് ആണ് ഇന്ന് നമ്മൾ ഡിസ്കസ് ചെയ്തത്. വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ക്വസ്റ്റ്യൻസ് ആണ് ഇതെല്ലാം. അപ്പോൾ നമുക്ക് ഇനിയുള്ള ക്ലാസ്സുകളിലും HST കോമേഴ്സിൻ്റെ ഒബ്ജക്റ്റീവ് ക്വസ്റ്റ്യൻസ് ആണ് നമ്മൾ ഡിസ്കസ് ചെയ്യുന്നത്. അപ്പോൾ നിങ്ങൾക്ക് ഒരുപാട് ക്വസ്റ്റ്യൻസ് കിട്ടും. ഈ ക്വസ്റ്റ്യൻസ് എല്ലാം നന്നായിട്ട് നോട്ട് ചെയ്ത് വെച്ചിട്ട് എക്സാമിൻ്റെ ടൈമിൽ നന്നായിട്ട് റിവൈസ് ചെയ്തിട്ട് പഠിക്കാം. അപ്പോൾ ഇനിയുള്ള ക്ലാസ്സുകൾ ആരും മിസ് ചെയ്യരുത്. വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒബ്ജക്റ്റീവ് ക്വസ്റ്റ്യൻസ് ഓരോ സബ്ജക്റ്റിൽ നിന്നും നമ്മൾ പഠിക്കുന്നതാണ്. അപ്പോൾ ഇന്നത്തെ ക്ലാസ് ഇത്രയേ ഉള്ളൂ. നിങ്ങൾക്ക് ക്ലാസ് ഇഷ്ടപ്പെട്ടെന്ന് വിചാരിക്കുന്നു. ക്ലാസ് ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, അതുപോലെ തന്നെ ഷെയർ ചെയ്യുക. ആദ്യമായിട്ട് ഈ ചാനൽ കാണുന്ന ആളാണെങ്കിൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത്. പുതിയൊരു വീഡിയോയിൽ നമുക്ക് കാണാം. താങ്ക്